ഹലോ മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും നന്നായിട്ട് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. നമുക്കറിയാം, നമ്മളെല്ലാവരും കാത്തിരുന്ന പോലെ ജെഇ മെയിൻ്റെ നമ്മുടെ ഫസ്റ്റ് ഫേസ് എക്സാം എന്ന് പറയുന്നത് ജനുവരി ലാസ്റ്റ് വീക്കോടുകൂടിയാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും അതിനുവേണ്ടിയുള്ള നല്ല പ്രിപ്പറേഷനിലാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഡിസംബർ ഫസ്റ്റ് വീക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഇനഫായിട്ടൊരു പ്രിപ്പറേഷൻ നമ്മുടെ മുന്നിലേക്കുള്ളത്. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുന്നത് ആദ്യം മുതലേ നമ്മളെല്ലാം പഠിക്കാൻ തുടങ്ങുന്നൊരു സമയമല്ല, അത് കഴിഞ്ഞു. അപ്പോൾ ഇനി ഹാർഡ് വർക്കിനേക്കാളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സ്മാർട്ട് വർക്ക് തന്നെയാണ്. അപ്പോൾ ഈ സ്മാർട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ ഇനി എന്താ നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ? അതായത് നിങ്ങൾക്കിപ്പോൾ കുറേ ടോപ്പിക്കുകൾ പെൻഡിങ് ഉള്ളവരുണ്ടാകാം, പ്രോപ്പറായിട്ട് തന്നെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ച് ഒരു ടോപ്പിക്കും പെൻഡിങ് ഇല്ലാതെ ഇവിടെ ഇരിക്കുന്നവരും ഉണ്ടാകാം. ഇനി ഇതുവരെ ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ലാത്തവരും കാണും അല്ലേ? ഇതുപോലെ പല കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ് ആയിരിക്കും ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഏത് സിറ്റുവേഷൻ ആണെന്ന് ആദ്യം കറൻ്റ്ലി ഐഡൻറ്റിഫൈ ചെയ്യുക. സോ അതിനുശേഷം ഇനി എന്തായിരിക്കും ചെയ്യേണ്ടത്, ഇതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ പെൻഡിങ് ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം ഞാനൊന്ന് പറയാം, കാരണം ഒരുപാട് എൻക്വയറീസ് ഇങ്ങനെ വരുന്നുണ്ട് പെൻഡിങ്ങിനെ പറ്റി ചോദിക്കുമ്പോൾ. അപ്പോൾ പെൻഡിങ് ഉള്ളവർ നമുക്ക് 60 days ക്രാഷ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ നമ്മുടെ യൂട്യൂബിൽ നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നുണ്ട്. അത് നിങ്ങൾക്ക് കണ്ട് ആ ക്ലാസ്സുകൾ കവറപ്പ് ചെയ്യാൻ, കാരണം ഒരു 3 hours അല്ലെങ്കിൽ 2.5 hours ഒരു ക്ലാസ് മാത്രമേ ഉള്ളൂ. ഒരു ചാപ്റ്ററാണ് അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പെൻഡിങ് ഉള്ളത് അങ്ങനെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ XPLGയുടെ ക്ലാസ്സുകളുണ്ട്. സോ ഇങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് പെൻഡിങ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഇനി ടോപ്പിക്കിലെല്ലാം കവർ ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട മെയിനായിട്ടുള്ള കാര്യമാണ് റിവിഷൻ എന്ന് പറയുന്നത് അല്ലേ? നമ്മൾ ആദ്യം മുതലേ എല്ലാം കവർ ചെയ്ത് പ്രോപ്പറായിട്ട് എത്തിയവരാണെങ്കിൽ പോലും ഇപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ച കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ മറന്നു പോയിട്ടുണ്ടാകാം അല്ലേ? അപ്പോൾ ഇത് റിവൈസ് ചെയ്യാനൊരു സമയം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം റിവിഷൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മറന്നു പോകും, പ്രോബ്ലം ചെയ്യാൻ നേരം പല കാര്യങ്ങളും നമുക്ക് മിസ്സായി പോകും അല്ലേ? അപ്പോൾ ഇതിനു വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ LMRP പ്ലാൻ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്, ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു LMRPയിലൂടെ നിങ്ങൾ ഇതുവരെ പഠിച്ച നമ്മുടെ കംപ്ലീറ്റ് സിലബസ് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് ലഭിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ LMRP ക്ലാസ്സിൽ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ എല്ലാ എൻറ്റയർ സിലബസിനെ നമ്മൾ മൊഡ്യൂളുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓരോ മൊഡ്യൂളിനകത്തും ഇത്ര ചാപ്റ്റർ എന്നുള്ള രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത്. അപ്പോൾ ഓരോ മൊഡ്യൂൾ കഴിയുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും, ആ മൊഡ്യൂളിൻ്റേതായിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യുന്നു, ആ മൊഡ്യൂളിൻ്റെ മോക്ക് ടെസ്റ്റുകൾ ചെയ്യുന്നു. അങ്ങനെ 10 മൊഡ്യൂളായിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ചാപ്റ്ററുകളെല്ലാം തന്നെ പഠിക്കുന്നത്. അപ്പോൾ 10 മൊഡ്യൂൾ കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ 10 മോക്ക് ടെസ്റ്റുകളായിരിക്കും നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതും. അപ്പോൾ ഇത് വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ കാണണം. കാരണം LMRPയിൽ നമ്മൾ ഇനി തിയറി ടോപ്പിക്കുകളെല്ലാം കൂടി പറയുകയല്ല ചെയ്യുന്നത്, നമ്മൾ കൂടുതലും പ്രോബ്ലംസ് ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. അതായത് ലേറ്റസ്റ്റ് നമ്മുടെ 2025 ഫസ്റ്റ് ഫേസിലും സെക്കൻഡ് ഫേസിലും ചോദിച്ച ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് എന്തായാലും നമ്മൾ തിയറി പറയണമല്ലോ, കാരണം തിയറി പറയാതെ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതെല്ലാം നിങ്ങൾക്കൊരു റിവിഷൻ പോലെ തന്നെ മനസ്സിലാക്കി എടുക്കാനും പ്രോബ്ലംസ് ചെയ്ത് ഒന്നും കൂടെ കാര്യങ്ങൾ തറവാക്കാനും പ്രാക്ടീസ് ചെയ്യാനും നിങ്ങൾക്കൊരു അവസരം കൂടിയാണ് ഈ LMRP എന്ന് പറയുന്നത്. ഇനി ഓരോ മൊഡ്യൂൾ കഴിയുമ്പോഴും പല ചാപ്റ്റേഴ്സ് അതിനകത്ത്, അപ്പോൾ ഓരോ മൊഡ്യൂളിനകത്ത് നിങ്ങൾ ഡിഫറെൻറ്റ് ചാപ്റ്റേഴ്സ് ആയിരിക്കും പഠിക്കുന്നത് അല്ലേ? അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്കറിയാം ഫസ്റ്റ് സെറ്റ് ഓഫ് ചാപ്റ്റേഴ്സ് ആയിരിക്കും പഠിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ചില ചാപ്റ്റർ നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുള്ളതുണ്ടായിരിക്കാം, ചിലപ്പോൾ അത് വളരെ വീക്ക് ആയിട്ടുള്ള ചാപ്റ്റർ ആയിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കുന്നതുകൊണ്ട് ഓരോ മൊഡ്യൂൾ കഴിയുമ്പോഴും എഴുതുന്ന എക്സാം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതിലെ സ്കോർ വെച്ചിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും, ഈ ചാപ്റ്ററുകൾ എനിക്ക് ഓക്കെ ആയിരുന്നോ, അല്ലെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും ഞാൻ ഇനി മാറ്റങ്ങൾ വരുത്താനുണ്ടോ. ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം മാർക്ക് തന്നെ ആ മൊഡ്യൂൾ എക്സാമിന് കിട്ടും അല്ലേ? അപ്പം ഇങ്ങനെ നിങ്ങൾ മൊഡ്യൂൾ ടെസ്റ്റുകൾ എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് മൊഡ്യൂൾ എക്സാമിനാണ് നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് കിട്ടുന്നത്. അപ്പോൾ അതായത് ആ ചാപ്റ്ററുകളെല്ലാം നിങ്ങൾ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ വീക്കായിട്ടുള്ള ചാപ്റ്റേഴ്സ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുക, കൂടുതൽ ഫോക്കസ് ചെയ്യുകയാണ് ഇനിയും ചെയ്യേണ്ടത്. അപ്പോൾ LMRPയിലൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാത്ത ചാപ്റ്റർ ആണെങ്കിൽ പോലും പാർഷ്യലി പഠിച്ച ചാപ്റ്റർ ആണെങ്കിലും എല്ലാത്തിനും നിങ്ങൾക്കൊരു കംപ്ലീറ്റ് റിവിഷനാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ LMRPക്ക് മുന്നേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പെൻഡിങ് ആയിട്ടുള്ളത് കവറപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞ ആ കോൺസെപ്റ്റുകളിൽ പെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങൾ കവറപ്പ് ചെയ്യുക. അല്ലെങ്കിൽ ബേസിക് ആയിട്ട് നിങ്ങൾ മെയിനായിട്ട് അതിനകത്തുള്ള തിയറി NCERT കോൺസെപ്റ്റ് എങ്കിലും നല്ലപോലെ മനസ്സിലാക്കിയിട്ട് വേണം LMRPയുടെ ക്ലാസ്സിൽ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ LMRP ക്ലാസ്സുകൾ എന്ന് പറയുന്നത് ഈ മാസം 17-ാം തീയതി മുതലാണ് നമ്മുടെ ഓൺലൈൻ ബാച്ചുകളിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ ഈ ഒരു അവസരം നല്ലപോലെ ഉപയോഗിക്കുകയാണ് വേണ്ടത്. കാരണം ഈ ഒരു സമയം നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത്യാവശ്യം നിങ്ങൾക്ക് നല്ലപോലെ തന്നെ ഫേസ് 1 അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സമയം വെറുതെ കളയാതെ ഇനി ഒരു മാസ്റ്റർ പ്ലാൻ പോലെ നിങ്ങൾ തന്നെ നിങ്ങളുടേതായിട്ടുള്ള സമയങ്ങൾ കണ്ടെത്തി പ്രോബ്ലംസ് ചെയ്യാനും തിയറീസ് എല്ലാം കൂടെ ഒന്ന് റിവൈസ് ചെയ്യാനും, നമ്മൾ നേരത്തെ പറഞ്ഞ ഷോർട്ട് കട്ടുകളെ കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാനും ഒക്കെ സമയം കണ്ടെത്തുക. അതിനുശേഷം LMRPയും കൂടെ കണ്ട അത്യാവശ്യം കാര്യങ്ങളൊക്കെ സെറ്റാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ബാച്ചിൻ്റെ കോഴ്സ് ഫീയിൽ നിന്നും 10% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ സമയം കളയാതെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ച് ജെഇ മെയിൻ്റെ ഫസ്റ്റ് ഫേസ് ക്രാക്ക് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്.